ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ല അടിപൊളി ചിക്കൻ ലോലിപോപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടറായിട്ട് അധികം ആളും വാങ്ങുന്ന ഒരു ഡിഷായിരിക്കും ഇത്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ അതിനേക്കാളും ടേസ്റ്റിലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെയുള്ള ചിക്കൻ ആദ്യം അങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ ചിക്കൻ വിങ്സാണ് ഞാൻ ഇതിലേക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വിങ്സ് നമുക്ക് 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു വിങ്സിന് നമുക്ക് 2 ലോലിപോപ്പ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സെൻട്രലായിട്ടൊന്ന് കട്ട് ചെയ്യാം. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് അങ്ങനെ ലോലിപോപ്പ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ അടിവശത്ത് നിന്ന് ഇതുപോലെ അതിന് മീറ്റൊക്കെ മുകളിലോട്ടേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് മുകളിലോട്ടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കൈ വെച്ചിട്ടും വലിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിതിൽ നിന്ന് എങ്ങനെ ലോലിപോപ്പ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു പീസിൽ നമുക്ക് 2 എല്ലാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് നേരിയതായിട്ടുള്ള എല്ലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ആദ്യം അതിൽ നിന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് അതിന് മീറ്റൊക്കെ ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലോട്ടേക്കൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ആ ഒരു എല്ല് മാത്രമായിട്ട് നമുക്കിതിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ അതിന് മീറ്റൊക്കെ മുകളിലോട്ടേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നും, പക്ഷേ ഇത് ചെയ്ത് വരുമ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് മീറ്റൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എല്ല് മാത്രമായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇതിൽ നിന്ന് എല്ലൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടിവശത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിലേക്കുള്ള മീറ്റൊക്കെ മുകളിലോട്ടേക്കൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. മീറ്റ് മാത്രം നമുക്ക് മുകളിലോട്ടേക്ക് ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ വെച്ചിട്ട് അതൊന്ന് മുകളിലോട്ടേക്കൊന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് ഏകദേശം ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ലോലിപോപ്പ് ആക്കിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലെടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അരമണിക്കൂർ നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും അതുപോലെ 3 ടേബിൾ സ്പൂണ് മൈദയും കൂടി ഒരു ബൗളിലോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പോൾ 1 അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി ഒന്ന് ഗ്യാസിലോട്ടേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചിക്കൻ പീസ് ഇതുപോലെ എടുത്തിട്ട് ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഞാൻ 3 എണ്ണമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇട്ടെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിടാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നമ്മളുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇവിടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കണം. അതിനായിട്ടൊരു കടായി ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കടായി നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്.
ഇപ്പോൾ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 6 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടാവും. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സവാള, അതായത് ഒരു ചെറിയൊരു സവാളയുടെ ഒരു പകുതി ഭാഗം മാത്രമേ അതിലേക്കായിട്ട് എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡ് ചില്ലി സോസിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള റെഡ് ചില്ലി സോസാണ്. ഇനി നമുക്കിതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ടേക്ക് കുറച്ചൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം സോസിലൊക്കെ ഉപ്പുണ്ടാവും, അതിനനുസരിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ സോസിലൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് അണിയൻ ഉണ്ടെങ്കിൽ ലാസ്റ്റായിട്ടൊന്ന് സ്പ്രിംഗ് അണിയൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമുക്ക് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉടൻ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്